ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വഫിയ സംവിധാനത്തിനെതിരെ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്ന് നമുക്കറിയാമല്ലോ. തീരുമാനമെടുക്കാൻ നിദാനമായ ഒരു കാര്യം ആദർശ വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തി എന്നതായിരുന്നു. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ആദർശ വിരുദ്ധ പ്രചാരണം നടത്തി എന്നത്. പല കാര്യങ്ങളും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ തനിപ്പകർപ്പായ ഇഖ്വാൻ മുസ്ലിമിനുമായി, അതായത് മുസ്ലിം ബ്രദർഹുഡ്, എന്തോ ഒരു ബന്ധം അവരുടെ പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളും ഉള്ളതായി നേരത്തെ നാം കാണുകയും പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം വളരെ ഗൗരവതരമായ ഒരു വിവരമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH പ്രസിദ്ധീകരിച്ച ബിദഅ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ മുഴുവനും വെള്ളപൂശി കാണിക്കുന്ന 4 വാള്യങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട പുസ്തകം ഇവരുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ച് കാലങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരുന്നുവെന്ന നഗ്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇത് സാധാരണ വിഷയമല്ല. ഞാൻ ആ പുസ്തകത്തിൻ്റെ 2 വാള്യങ്ങൾ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കേൾക്കാൻ അറിയാനിടയായ സാഹചര്യം, അവരെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ സർവത്ത് സൗലത്തിൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ പ്രശ്നങ്ങൾ എന്ന് ഒരു വാഫി സുഹൃത്ത് പറയുന്നത് കേട്ടു. അപ്പം ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വാഫി സുഹൃത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ സർവത്ത് സൗലത്തിൻ്റെ പുസ്തകത്തിൽ തെറ്റായ ആശയങ്ങളെന്ന് പറയുന്നത്? അത് ഞങ്ങൾ പഠിച്ച പുസ്തകമാണ്, അത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് കോപ്പികൾ സംഘടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ 2 വാളിലും പെട്ടെന്ന് തിരഞ്ഞപ്പോൾ കിട്ടി. ആ 2 എണ്ണമാണ് എൻ്റെ കൈവശമുള്ളത്. 1200 പരം പേജ് വരും 4 വാള്യങ്ങൾക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ ഇക്കാര്യം പരിശോധിച്ചപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അതെന്താണെന്ന് വച്ചാൽ, ഈ പുസ്തക രചന നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻകാരനായ ഒരു പണ്ഡിതനാണ്. പാകിസ്ഥാൻകാരനായ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതനാണെന്ന് ധരിച്ചു പോകരുത്. അദ്ദേഹം ഉറുദുവിൽ രചിച്ച പുസ്തകമാണ്. ഈ ചരിത്രം, ഇസ്ലാമിക് ചരിത്രം. അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ ഏതാണെന്ന് പരിശോധിച്ചപ്പോൾ കണ്ടെത്താൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കേട്ടുനോക്കൂ. അദ്ദേഹം രചിച്ച ഒരു പ്രധാന പുസ്തകം മൗലാന മൗദൂദി ജീവചരിത്രമാണ്. സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായ അപകടകരമായ നിരവധി ആശയങ്ങൾ സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ച സയ്യിദ് അബുൽ ആല മൗദൂദിയുടെ ജീവചരിത്രം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം. സർവത്ത് സൗലത്ത് എന്നാണ് ഗ്രന്ഥകാരൻ്റെ പേര്. ഈ പുസ്തകത്തിൻ്റെ പുറത്ത് തന്നെ പേര് കൊടുത്തിട്ടുണ്ട്, സർവത്ത് സൗലത്ത്. 2ാമത്തെ പുസ്തകം കേൾക്കണോ? അദ്ദേഹം എഴുതിയ 2ാമത്തെ പുസ്തകം മൗലാന മൗദൂദി കി തഖാരീർ എന്ന് പറഞ്ഞാൽ സയ്യിദ് അബുൽ ആല മൗദൂദിയുടെ തെരഞ്ഞെടുത്ത 700 പ്രസംഗങ്ങൾ. അത് 11 വാള്യം വരും. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ ആല മൗദൂദിയുടെ തെരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ, അദ്ദേഹം മൊത്തം ആശയം എന്ന് പറയാം 11 വാള്യങ്ങൾ. മറ്റൊരു പുസ്തകം താരിഖെ പാകിസ്ഥാൻ കെ ബഡാ ലോഗ്,
അത് മുഹമ്മദ് ബുഖ് നാസിം മുതൽ മൗലാന മൗദൂദി വരെയുള്ള പാകിസ്ഥാനിലെ 39 മഹൽ വ്യക്തിത്വങ്ങളുടെ ജീവചരിത്രം, ഇത് ഈ പുസ്തകത്തിൻ്റെ തന്നെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ മാത്രം നടത്തിയ ഒറിജിനൽ ജമാഅത്ത് ആശയക്കാരനാണെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഈ സർവത്ത് സൗലത്ത് എഴുതിയ ഇസ്ലാമിൻ്റെ ആദ്യകാലം തൊട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം വരെ ഏകദേശമുള്ള ചരിത്രമാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. എങ്ങനെയായിരിക്കും ആ ചരിത്രമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന്, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥാവിശേഷം. രണ്ടാമത്തെ വിഷയം, ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര് എന്നതാണ്. ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ മുന്നൂർ എന്ന് പറയുന്ന മലയാളിയായ ഒരു പത്രപ്രവർത്തകനാണ്. അബ്ദുറഹ്മാൻ മുന്നൂർ ആരാണ് എന്നതാണ് അടുത്ത വിഷയം. ഈ പുസ്തകത്തിൻ്റെ തന്നെ ആമുഖത്തിൽ കൊടുത്ത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പ്രബോധനം പത്രത്തിൻ്റെ സബ് എഡിറ്ററാണ്. ഏതാണ് പ്രബോധനം? ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വാരിക. 2, പ്രബോധനം ത്രൈമാസികയുടെ എഡിറ്ററാണ് അദ്ദേഹം. ബോധനം ത്രൈമാസികയുടെ പ്രത്യേകത, ഡീപ്പായി ഇസ്ലാമിക വിഷയങ്ങൾ അവരുടെ കാഴ്ചപ്പാടിലൂടെ സമൂഹത്തിന് കൈമാറുന്ന കനപ്പെട്ട ഒരു ത്രൈമാസികയാണ് ബോധനം. അതിൻ്റെ എഡിറ്ററാണ് അദ്ദേഹം. മറ്റു ജമാഅത്തെ ഇസ്ലാമിക വിജ്ഞാന കോശമുണ്ട്, അതിൻ്റെ അസോസിയേറ്റഡ് എഡിറ്ററാണ് അദ്ദേഹം. മറ്റു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മാസികയുണ്ട്, സ്ത്രീകൾക്കുള്ള ആരാമം, അതിൻ്റെ എഡിറ്ററാണ് അദ്ദേഹം. മലർവാടി ജമാഅത്തെ ഇസ്ലാമിയുടെ കുട്ടികൾക്കുള്ള ഒരു മാസികയുണ്ട്, അതിൻ്റെ എഡിറ്റർ ബോർഡ് അംഗമാണ് അദ്ദേഹം. മനസ്സിലായല്ലോ അബ്ദുറഹ്മാൻ മുന്നൂർ ആരാണെന്ന്. അടുത്ത വിഷയം ഈ പുസ്തകം ആരാണ് പ്രസിദ്ധീകരിച്ചത് എന്നതാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ IPH കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അവർ ഔദ്യോഗികമായി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അവരാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എങ്ങനെ അവർ പ്രസിദ്ധീകരിക്കാതിരിക്കും? ഈ പുസ്തകത്തിലെ ഉള്ളടക്കം ജമാഅത്ത് മുജാഹിദ് ആധുനിക സുന്നി വിരുദ്ധ ബിദഈ ആശയങ്ങളെയും ആശയക്കാരെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഞാൻ ഈ പുസ്തകങ്ങൾ ഫുള്ള് വായിച്ചിട്ടില്ല, 4 വാള്യങ്ങളുണ്ട്. പക്ഷേ ഞാനതിൽ നിന്ന് ജമാലുദ്ദീൻ അഫ്ഗാനെക്കുറിച്ച്, സയ്യിദ് മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച്, സയ്യിദ് റഷീദുള്ള കേരളത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുവന്ന അല്ലെങ്കിൽ അവരുടെ ആശയം അവർ കടമെടുത്ത ഈ പണ്ഡിതത്രയങ്ങളുണ്ട്. ഈ 3 പേരെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി. 3 പേരെക്കുറിച്ചും മോശമായൊരു വാക്ക് പറയുന്നില്ലെന്ന് മാത്രമല്ല, അവരെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ 3 പണ്ഡിതന്മാരും മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പോലെ ഒരു വഹാബി എന്ന് പറയാവുന്ന ആൾ മാത്രമല്ല, അദ്ദേഹം ബ്രിട്ടൻ്റെ ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ചാരന്മാരായി നിയോഗിക്കപ്പെട്ടവരായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം വ്യക്തമാക്കുന്നുണ്ടെന്ന് മാത്രമല്ല, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പോലും പിളർന്നപ്പോൾ അവരെക്കാരും വ്യക്തമാക്കി. ഞാൻ സാമ്പിൾ പറഞ്ഞതാണ്. മറ്റ് ലോകതലത്തിലുള്ള ബിദഈ പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരെ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് എങ്ങനെ എഴുതിയിരിക്കുമെന്ന് വായിച്ചു നോക്കേണ്ടതാണ്. നമുക്ക് അനുമാനിക്കാവുന്ന കാര്യമാണ്. എന്തായിരുന്നാലും ഈ തരത്തിലുള്ള ഒരു പുസ്തകം ജമാഅത്തെ ഇസ്ലാമിയുടെ പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച് ജമാഅത്തുകാരൻ വിവർത്തനം ചെയ്ത് ജമാഅത്ത് സ്ഥാപകൻ അബുൽ മൗദൂദ് നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ഗ്രന്ഥകാരൻ എഴുതിയ പുസ്തകം, ജമാഅത്ത് ആശയങ്ങളും ബിദഈ പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരെയും മുസ്ലിം വിരുദ്ധ ചാരന്മാരെയും വെളുപ്പിച്ച് കാണിക്കുന്ന ഇങ്ങനത്തെ ഒരു കൃതി ഇസ്ലാമിക ചരിത്രം പഠിക്കാനായി 4 സെമസ്റ്ററുകളിൽ ആയി വാഫി കോളേജുകൾ കാലങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരുന്നുവെന്ന നഗ്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ഈ ബന്ധം ഒരു ഗുരുതരമായ ബന്ധം തന്നെയാണ്. സമസ്ത കേരള ജമ്മികൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന കാര്യം ഉറപ്പ്. സമസ്ത അതിൻ്റെ 100 കൊല്ലത്തെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളുടെ എന്ന പ്രമേയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുണ്ട്. ഇവർക്ക് ജമാഅത്തുകാരുമായി എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന കാര്യം നമ്മൾ പല ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് അൽ ഫിഖ്ഹുൽ മുയസ്സർ, അഹമ്മദ് ഈസ ആഷൂർ എന്ന് പറയുന്ന സലഫി ഇഖ്വാനി പണ്ഡിതൻ എഴുതിയ പുസ്തകം. തറാവിഹ് 8 റക്അത്ത് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം ഇവരുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിരുന്ന കാര്യം നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. അവരെ നിഷേധിക്കാനൊക്കെ പലതവണ ശ്രമിക്കാറുണ്ട്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതെ ആകില്ലല്ലോ.
മറ്റൊരു കാര്യം, സയ്യിദ് ഖുത്ബ് എഴുതിയ അൽ അദാദത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം എന്ന പുസ്തകം ഇവരുടെ സിലബസിൽ പഠിപ്പിച്ചിരുന്നു എന്ന കാര്യം. മൂന്നാമത്തെ കാര്യം, അതുപോലത്തെ അതിൻ്റെ പ്രമുഖനായ മുഹമ്മദ് ഖുത്ബ് എഴുതിയ ശുബ്ഹാത്തുൽ ഹൗൽ ഇസ്ലാം എന്ന പുസ്തകം പഠിപ്പിച്ചിരുന്നു എന്ന കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവരുടെ സിലബസിൻ്റെ അടിസ്ഥാന സ്വഭാവം രൂപീകരിക്കുന്ന കരിക്കുലം തയ്യാറാക്കാൻ വേണ്ടി കേരളത്തിലെ ജമാഅത്ത് സൈദ്ധാന്തികനായ ഒ അബ്ദുള്ളയെ വിളിച്ചിരുന്നു എന്നത് അഭിമാനപൂർവ്വം ഒ അബ്ദുള്ള തന്നെ പറയുന്നത് നമ്മൾ ഉദ്ധരിച്ചിരുന്നു. മറ്റൊന്ന്, വളാഞ്ചേരി മർക്കസിലെ വാഫി കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പാൾ സ്ഥിരമായി ജമാഅത്ത് മുജാഹിദ് ഇസ്ലാമിക പരിപാടികൾ പങ്കെടുത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം. മറ്റൊരു കാര്യം, കാളികാവ് PG ക്യാമ്പസിൽ ഉയർന്ന സ്റ്റഡി നൽകുന്നതിന് വേണ്ടി നിയുക്തനായ അവരുടെ ഒരു പ്രധാന പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ പേര് യൂസുഫ് ഹുസൈൻ അഹമ്മദ് അൽ അസ്ഹരി എന്നാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ വർഷമാണ് ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിൽ ശരിഅത്ത് ഫാക്കൽറ്റിയിൽ മേധാവിയായി ചാർജ് എടുത്തത്. കാരണം ഇവിടുന്ന് പോയവർ ജമാഅത്തിൻ്റെ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ അവർ മാറ്റി നിർത്തുന്നുണ്ടോ? ഇല്ല, ശേഷവും അദ്ദേഹത്തെ ഗസ്റ്റായി പരിപാടികൾ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. ഈ നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിലബസും ഒരു സംവിധാനവും പ്രചരണവും ആ നിലയിലുള്ള ക്ലാസ്സുകളും, സാക്ഷാൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി എടുത്തുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും അദ്ദേഹം പറയുന്ന ആശയങ്ങൾ കൃത്യമായി രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് യൂട്യൂബിൽ തന്നെ ലഭ്യമാണ്. സാക്ഷികൾ വേറെയും ലഭ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വാഫി പ്രസ്ഥാനത്തെ നമ്മൾ ന്യായീകരിക്കേണ്ടതുണ്ടോ എന്ന് നല്ലവരായ സുഹൃത്തുക്കൾ ഒന്ന് ചിന്തിക്കണം, പുനരാലോചന നടത്തണം. അതിനുവേണ്ടി പക്ഷപാതം പിടിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഇനിയും ഒരുപാട് പുറത്തു വന്നേക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി പരിശുദ്ധമായ ദീനിന്റെ ഒറിജിനാലിറ്റി സുന്നത്ത് ജമാഅത്ത് അതിനെ സംരക്ഷിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹൽ സംഘം കരുത്ത് പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പല കള്ളങ്ങളും പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ എനിക്കെതിരെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിപ്പോ എനിക്കെതിരെ പറഞ്ഞ കാര്യം ആയതുകൊണ്ട് മാത്രം പറയില്ല. നിങ്ങളുടെ അടുത്ത നാടുമായിട്ട് ഒരു ബന്ധം കൂടി ഉണ്ട്. തെരഞ്ഞെടുപ്പിൽ ഞാൻ തോറ്റപ്പോഴും ഇപ്പോഴും ലീഗും ജമാഅത്തെ ഇസ്ലാമിക്കാരും വന്നിട്ട് പറയുന്ന എന്താ അറിയോ? നീ പണ്ഡിതന്മാർക്കെതിരെ പ്രസംഗിച്ചു, പണ്ഡിതന്മാർക്കെതിരെ നാസിർ കൊളായി പ്രസംഗിച്ചു. അതാണ് നാസിർ കൊളായിയുടെ തോൽവിക്ക് കാരണം. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പണ്ഡിതനെതിരെയല്ല പ്രസംഗിച്ചിട്ടുള്ളത്. അയാളുടെ പേര് ബവാഹുദ്ദീൻ നദ്വീനാണ്. അയാൾ പണ്ഡിതനാണ്, അതിലൊന്നും നിങ്ങൾക്ക് സംശയമില്ല. ഇത്ര പാണ്ഡിത്യണ്ട് ഇസ്ലാമിൽ എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. സാന്ദർഭികമായി പറയാണ്, എന്നെ കാണാൻ ഒരു ലുക്ക് ഇല്ലാന്നേ ഉള്ളൂ. നാസിർ കൊളായി എന്ന പേര് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. 11 ഉംറയും ഒരു ഹജ്ജും ചെയ്ത നാസിർ ഹാജിയാണ് ഞാൻ, നാസിർ കൊളായി അല്ല. അതിൽ 10ഓളം ഉംറകള് ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്താണ് ചെയ്തിട്ടുള്ളത്. ജിദ്ദയിൽ ഉണ്ടായിരുന്ന സമയത്ത് 11ാമത്തെ ഉംറ ചെയ്തെന്നാ നിങ്ങൾക്ക്. ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ട് 4ാമത്തെ കൊല്ലം. ഉംറക്ക് പോകുമ്പോ ഒരു പ്രസിഡന്റ്, ഉംറക്ക് നല്ല ഇനി മനസ്സിലാക്കിക്കോ, ഉംറക്ക് പോകാൻ പാർട്ടി സമ്മതം ഒന്ന് വലിയ തീർത്തിക്കാളും. അതുകൊണ്ടാ പറഞ്ഞേ, ഉംറക്ക് പോകുമ്പോഴും മറ്റാവശ്യത്തിന് പോകുമ്പോഴും ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞുതരാം, UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ 2 തവണയായി 2018-ലും 2024-ലും 2 തവണയായി 10 ദിവസത്തെ പര്യടനത്തിന് ഞാൻ പോയിട്ടുണ്ട് പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ. ആ പോകുന്നതിനും ഉംറക്ക് പോകുന്നതിനും എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിട്ട് വിദേശത്ത് പോകണമെങ്കിൽ പാർട്ടിയുടെ സമ്മതം വേണം, പാർട്ടിക്ക് എഴുതി കൊടുക്കണം. ഞാൻ ഇന്ന കാര്യത്തിന് പോകുന്നു, എന്റെ ഘടകത്തിൽ ഞാൻ അന്ന് ലോക്കലിലായിരുന്നു, ഇന്ന് ഏരിയയിലായി. അന്ന് ലോക്കൽ കമ്മിറ്റി ഘടകത്തിന് ഞാൻ എഴുതി കൊടുത്തു, എനിക്ക് വിദേശത്ത് പോകണം. എന്തിനാണ്? ഇങ്ങനെ പാർട്ടി പരിപാടി. അതിന് മുമ്പ് പോകുന്നത് എന്തിനാണ്? എനിക്ക് ഉംറ നിർവഹിക്കണം. അപ്പൊ പാർട്ടി മേൽഘടകത്തിന് കത്തയക്കും, ഇയാൾക്ക് ഇങ്ങനെ ഉംറ നിർവഹിക്കാൻ വിദേശത്ത് പോകേണ്ടത് എന്ത് ചെയ്യണം? പാർട്ടി എനിക്ക് പെർമിഷൻ തന്നു. മനസ്സിലായങ്ങൾ? കമ്മ്യൂണിസ്റ്റുകാർ ജാതി ഇല്ലാത്തവരാണ്, മതമില്ലാത്തവരാണ്, നിസ്കാരമില്ലാത്തവരാണെന്ന് പ്രചരിപ്പിക്കണ്ടല്ലോ. ഞാൻ എഴുതി കൊടുത്തത് ഇങ്ങനെയാണ്, എനിക്ക് ഉംറക്ക് പോകണം. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. പിന്നെ ബവാഹുദ്ദീൻ നദ്വി എന്ന് പറയുന്ന പണ്ഡിതൻ, അപ്പൊ അദ്ദേഹം നദ്വി ആകേണ്ട ആളല്ല. അദ്ദേഹം ഫൈസാബാദിൽ പഠിച്ചിട്ടുണ്ട്. ഫൈസാബാദിൽ പഠിച്ചാൽ ഫൈസി എന്നാ പേര് വരേണ്ടത്. എന്തേ ഫൈസി എന്ന പേര് വരാഞ്ഞത്? മഹാനായ സുന്നി നേതാവ് അല്ലേ ഇക്കെ ആണെന്നാ എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ കാലത്തോ മറ്റോ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് അത് നിഷേധിക്കപ്പെട്ട. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. അത് നിങ്ങളുടെ കാര്യം ഇല്ലേ? നിങ്ങൾ നദ്വിയാണെങ്കിൽ ഞാന്
സുന്നി മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിന്റെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ഫറൂഖ് കോളേജിലെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ നിൽക്കുമ്പോ എന്റെ ബാപ്പ കുനിയിൽ അൻവാറുൽ ഇസ്ലാം കോളേജിൽ നടക്കുന്ന പരീക്ഷ അതിന് പഠിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചു. അഫ്സലുൽ ഉമ്മ പരീക്ഷ ഞാൻ എഴുതി, പക്ഷെ ആ പരീക്ഷയിൽ ഞാൻ തോറ്റുപോയി. അൻവാറുൽ ഇസ്ലാം കോളേജിൽ നിന്ന് പരീക്ഷ പാസ്സായവരെ വിളിക്കല് അൻവാരിന. ഞാൻ തോറ്റുപോയതുകൊണ്ട് ഞാൻ ഒരു അർദ്ധ അൻവാരിയാണ്. അതുകൊണ്ട് ഞാൻ പണ്ഡിതനല്ല നിങ്ങൾ വിചാരിക്കരുത്. അത്യാവശ്യം പാണ്ഡിത്യം അക്കാര്യത്തിൽ ഇതുണ്ട്. എന്തേ പ്രശ്നം ഉണ്ടായത്? പ്രശ്നം മറ്റൊന്നുമില്ല. അവിടെ ഒരു സമരം നടന്നു ആദ്യം, ഇല്ലേ? നമ്മൾ അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തി. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേരെന്താണ്? ദാറുലുദയിലേക്ക് ഒരു മാർച്ച് നടത്തി. എന്തിനാ മാർച്ച് നടത്തിയത്? ദാറുലുദയിൽ നിന്നുള്ള മലിനജലം, വിസർജന ജലം എല്ലാം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അത് പുറത്തെ വയലിൽ, തുറന്ന വയലിലേക്ക് എത്തുന്നുണ്ട്. അതിന്റെ സമീപത്തുള്ള കിണറുകളിലേക്ക് ഇതിന്റെ ഉറവ വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് നിരവധി പരാതികൾ അവിടെ കൊടുത്തിട്ടും അതിന് പരിഹാരമില്ലാതായപ്പോ അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരെ കൂടി കാണിച്ചു. ലീഗും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ. ഇതാ ഒരു മുസ്ലിം സ്ഥാപനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥ നടന്നിരിക്കുന്നു. എന്തിനാ ജാഥ? മലിനജലം ഒഴുകുന്നതിനെതിരെയാ ജാഥ. സ്ഥാപനം തകർക്കാനല്ല ജാഥ. ഈ പണ്ഡിതന്മാര് വിശുദ്ധ ഖുർആൻ എടുത്തിട്ടൊന്ന് വായിക്കണം. എന്താ ഇതിൽ പറയുന്നത്? കെട്ടിക്കിടക്കുന്ന ജലത്തിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. ഫലഭൂയിഷ്ഠം തരുന്ന മരങ്ങൾക്ക് ചുവട്ടിൽ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. വിശുദ്ധ ഖുർആനാ, നാസിർ കൊളായി അല്ല. മനസ്സിലായി നിങ്ങൾക്ക്? അതെടുത്തൊന്ന് വായിക്കാം. അങ്ങനെ സംഭവിച്ചപ്പോ അതിനെതിരെ ജാഥ നടത്തി. ഇതാ മുസ്ലിം സ്ഥാപനത്തെ കടന്നാക്രമിക്കുന്നു. വലിയ പ്രശ്നമുണ്ടായി. സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ മടവൂരിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ പ്രസംഗം? കേരളത്തിലെ മന്ത്രിമാരും MLA മാരും MP മാർക്കുമൊക്കെ ഭാര്യമാർക്ക് പുറമെ സ്റ്റെപ്പിനി ഉണ്ട്. മനസ്സിലാക്കാത്തവർക്ക് ഒന്നുകൂടി ഇയാൾ ക്ലിയർ ചെയ്ത് കൊടുത്തു. എന്താണ്? വെപ്പാട്ടിമാരുണ്ട്. ഇനി കുഞ്ഞാലിക്കുട്ടിന്റെ ഓർമ്മയിൽ മൊത്തത്തിൽ പറഞ്ഞതാണോന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റൂല. ഏതായാലും ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കും ആ ഏർപ്പാടില്ല. എന്റെ വിഷയം അതല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും അതില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു പക്ഷേ തർക്കിക്കും അങ്ങനെ ഉണ്ട്. എന്നാൽ ഈ പണ്ഡിതനോട്, അല്ലെങ്കിൽ ഈ പണ്ഡിതനെതിരെ ഞാൻ പ്രസംഗിച്ചു എന്ന് പറയുന്നവരോട് ഒരു കാര്യമുണ്ട്. എന്താ ഈ പറഞ്ഞത്? ഭാര്യക്ക് പുറമെ സ്റ്റെപ്പിനി ഉണ്ട്, വെപ്പാട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ നേര് മലയാളം വ്യഭിചാരം അല്ലേ? എന്താ വ്യഭിചാരത്തെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത്? ഖുർആനിൽ എന്താ പറഞ്ഞത്? ഈ പണ്ഡിതൻ വായിച്ചിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? നേർക്ക് നേരെ കാണണം, 3 സാക്ഷികൾ വേണം. ഒന്ന് പതുക്കെ പറയാ. സുറുമക്കുറ്റിന്ന് കോലെടുക്കുന്നത് പോലെ കാണണം എന്നാ പറഞ്ഞത്. 3 സാക്ഷികൾ ഉണ്ടാവണം എന്നാ പറഞ്ഞത്. അല്ലാതെ വ്യഭിചാരത്തെ കുറിച്ച് പരദൂഷണം നടത്തിയാൽ സബൽ മൂബിക്കാർ 7 വൻപാപങ്ങളിൽ പെട്ടതാണ്, ഒരിക്കലും പൊറുക്കാത്തതാണ്. ഭൂമിയിൽ അതിന്റെ ശിക്ഷ 80 ചാട്ടവാറടിയാണ്. അല്ലാതെ നിഷേധിക്കുക ഏതെങ്കിലും പണ്ഡിതന്മാര് വാ, വിശുദ്ധ ഖുർആൻ വെച്ചിട്ട് നമുക്ക് വാദപ്രതിവാദം നടത്താം, ഹദീസുകളെ വെച്ചിട്ട് വാദപ്രതിവാദം നടത്താം, ഞാൻ തയ്യാർ. ഇങ്ങനെ അതീ പറയുന്നേ ഇല്ലേ? എന്തേ ഈ ഖുർആൻ വചനം ഇറങ്ങാനുള്ള കാരണം? പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹാ പ്രവാചകന്റെ കൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയി. അവിടെ നിന്ന് മടങ്ങി വരുമ്പോ യാത്ര ഇത്തിരി വൈകി. കൂടെ വന്ന അംഗരക്ഷകനെയും ആയിഷ ബീബിയെയും കുറിച്ച് അപവാദ പ്രചരണം നടന്നു. ആ സമയത്താണ് വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ ഇറങ്ങുന്നത്. നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. മനസ്സിലായ നിങ്ങൾക്ക്? അങ്ങനെ മൂപ്പര് പറഞ്ഞപ്പോ ഈ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് ചെമ്പാട് വെച്ച് ഒരു പൊതുയോഗം നടന്നു. ആ പൊതുയോഗത്തിൽ ഞാനൊന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗിക്കുമ്പോ ഞാൻ കാക്കനാടന്റെ ഒരു പുസ്തകം വായിച്ചു. കുടജാദ്രിയിലെ സംഗീതം എന്നാണ് ആ പുസ്തകം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കാരാ, പണ്ഡിതനെതിരെ നാസിർ കൊളായി പ്രസംഗിച്ചത് കൊണ്ടാണ് തോറ്റുപോയത് എന്ന് പറയുന്നവരെ, കോഴിക്കോട് DC ബുക്സിൽ ആ പുസ്തകമുണ്ട്. കോഴിക്കോട് പൂർണിമ പബ്ലിക്കേഷനിൽ ഇപ്പോഴും ആ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 41-ാം പേജിലെ വരികളാണ് ഞാൻ വായിച്ചത്. ഞാൻ ആ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഉസുറുണ്ടെങ്കിൽ പൂർണിമ പബ്ലിക്കേഷൻസിൽ പോയിട്ട് ആ പുസ്തകം വാങ്ങി കത്തിക്കാനുള്ള തന്റെ ഇടം നിങ്ങൾ കാണിക്കണം അല്ലേ? കേരളത്തില് പാഠപുസ്തകം കത്തിച്ചവരല്ലേ നിങ്ങൾ? മതമില്ലാത്ത ജീവൻ. എന്തേ മതത്തിന് ജീവൻ ലൈറ്റ? ജീവൻ എന്ന കുട്ടിയോട് മാശി ചോദിക്കാണ്, എന്റെ പേരെന്താണ്? എന്റെ പേര് ജീവൻ. എന്റെ മതം എന്താണ്? കുട്ടി പറഞ്ഞു, എനിക്ക് മതമില്ല.
ആ കുട്ടിയുടെ മാതാപിതാക്കള് 2 മതവിശ്വാസത്തിൽപ്പെട്ടവരാണ്. കുട്ടിയെ മതമില്ലാതെ വളർത്തുകയാണ്. കുട്ടി പറഞ്ഞു എനിക്ക് മതമില്ല. ഉടനെ ലീഗ് ഇളകി. എന്താ പറഞ്ഞ്? മതത്തിന് ജീവനില്ല, അത്രേ ബുദ്ധി തലയിലുള്ളൂ. മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്നിട്ട് പാഠപുസ്തകം കത്തിച്ചവരാങ്ങള് പോയി കത്തിക്ക്. പൂർണിമ പബ്ലിക്കേഷൻസിൽ ഉണ്ട് ആ പുസ്തകം, ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ നൗ ഞാൻ ഈ പ്രസംഗിക്കുന്ന നിമിഷത്തിൽ ആ പുസ്തകത്തിന്റെ 41-ാം പേജാണ് ഞാൻ വായിച്ചത്. ഞാനിത് പറയണ്ട കേട്ടോ, ഇത് ഞാൻ പറഞ്ഞതായിട്ട് കൂട്ടണ്ട. പൂർണ്ണ പബ്ലിക്കേഷനിൽ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേര് കുടജാദ്രിയിൽ. ഇത് എഴുതിയ മനുഷ്യന്റെ പേര് കാക്കനാടൻ. കേരളത്തിലെ പ്രഗത്ഭനായ സാഹിത്യകാരൻ, എഴുത്തുകാരൻ, കഥാകാരൻ. കുറെ ഉണ്ട്. ഞാൻ അതിന്റെ പ്രസക്തമായ ഭാഗം മാത്രം വായിക്കാം. ബസ് വീണ്ടും നീങ്ങി. ഒരു ബസ്സിലുള്ള യാത്രയാണ്. ആര്? കാക്കനാടൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ബസ്സിൽ കുറെ യാത്രക്കാരുണ്ട്. ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരി ഏറെ ശ്രദ്ധ ആകർഷിച്ചു. ശിങ്കാരി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിങ്ങനെ കൊയഞ്ഞാടിയാണ് ഈ ബസ്സിൽ. അത് മേലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് വായിച്ചു പോകണമെങ്കിൽ കുറെ ഉണ്ട്. ശിങ്കാരി അപൂർവ ശ്രദ്ധ ആകർഷിച്ചു. അടുത്ത സീറ്റിലിരുന്ന അപരിചിതനോട് അയാൾ സംസാരിക്കുകയും അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ഒക്കെ. ഈ പ്രിന്റിംഗ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻസീറ്റിലിരുന്ന ഒരു അതാണ്. ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരി പെണ്ണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. അടുത്ത സീറ്റിലിരുന്ന അപരിചിതനായ പുരുഷനോട് അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു. അവൾ ബസ്സിൽ നിറയാൻ തുടങ്ങി, ശൃംഗരിച്ച്. അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻസീറ്റിലിരുന്ന ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ഒരു മുസ്ലിമാണ്. ഇനി നിങ്ങൾക്ക് ചില സാമ്യം തോന്നും. വട്ടമുഖം, നരവീണ് തുടങ്ങിയ താടി, തലപ്പാവ്, ജുബ്ബ, മുണ്ട്. എന്റെ കൈവശമുണ്ടായിരുന്ന ചില ലഘു ഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യ സമ്പർക്കമുണ്ടായത്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ചും സന്മാർഗത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞു. ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു. പക്ഷെ പ്രവൃത്തിയിലത്ത വിശുദ്ധനല്ല ധാരണയാണ് എനിക്കുണ്ടായത്. അയാളുടെ മുൻ സീറ്റിലിരുന്ന ശിങ്കാരി പെണ്ണിനോടുള്ള പെരുമാറ്റം വിശുദ്ധന് ചേർന്നതായി തോന്നിയില്ല. ചിലപ്പോൾ എന്റെ നോട്ടപ്പിശകാകാം. വിശുദ്ധന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു. ഏതോ ലഹരി പദാർത്ഥം പുള്ളിയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. അതോ ഇനി വിശ്വാസത്തിന് നാവ് കുഴക്കാൻ വേണ്ടത്ര ലഹരിയുണ്ടോ? ഇസ്ലാമും ക്രിസ്തുമതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു. സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത്. ഗ്രന്ഥകർത്താവിന്റെ പേര് ബവാഹുദ്ദീൻ കൂരിയാട്. ഇത് ഞാൻ പറയല്ല, എന്റെ തലയെ കയറാൻ വരണ്ട. പൂർണിമ പബ്ലിക്കേഷൻസിൽ ഇപ്പോഴും ഈ പുസ്തകം കിട്ടും. പുസ്തകം എഴുതിയ കാക്കനാടനാണ്. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയാത്ത കാര്യം ഞാൻ പറയാറില്ല. അതുകൊണ്ട് അത് കുടജാദ്രിയുടെ സംഗീതം. കുടജാദ്രിയുടെ സംഗീതം പുസ്തകം വാങ്ങാൻ പോണേല് കുടജാദ്രി ചോദിച്ചാൽ കിട്ടൂല. പൂർണിമ പബ്ലിക്കേഷൻ കുടജാദ്രിയുടെ സംഗീതം. എനിക്കറിഞ്ഞൂടാ. കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ഹൈബാണ്. മുസ്ലിംമാരുണ്ട് അവിടെ. ഞാൻ പറഞ്ഞ നിങ്ങൾ വളരെ വ്യക്തമായി കേട്ടില്ലേ? എന്റെ പ്രസംഗത്തിന്റെ വാചകം ഞാൻ അവസാനിപ്പിക്കുന്നത് എന്താ? കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ഹൈബാണ്. എന്നെ കേൾക്കുന്ന ലീഗിന്റെ ആളുകൾ ഉണ്ടാവുമല്ലോ ഇവിടെ. ലീഗിന്റെ ആളുകള് പാണ്ഡിത്യമുള്ളവരും പാണ്ഡിത്യമില്ലാത്തവരും ഉണ്ടാവും. എന്താണ് ഹൈബ് എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ഹൈബാണ്. ഈ പുസ്തകം വായിച്ചിട്ട്, കാക്കനാടന്റെ പുസ്തകത്തിലെ വരികൾ വായിച്ചിട്ട് ഞാൻ പറഞ്ഞെന്താ? ഞാനിത് കണ്ടിട്ടില്ല, ഞാനിത് കേട്ടിട്ടില്ല, ഞാൻ ഈ പുസ്തകത്തിലെ വരികൾ വായിക്കുക മാത്രമാണ് ചെയ്തത്. എന്റെ തലയിൽ കയറരുത്, കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ഹൈബാണ് എന്നാ ഞാൻ പറഞ്ഞത്. ഈ പണ്ഡിതനോട് ഒറ്റ ചോദ്യം. നിങ്ങൾ കേരളത്തിലെ മന്ത്രിമാരും എംഎൽഎമാരും എം പിമാരും സ്റ്റെപ്പിനികളുമായി നടക്കുന്നവരാണ് ഭാര്യമാർക്ക് പുറമെ എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ട കാര്യമാണോ? കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ഹൈബാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ തത്വം അതുപോലെ അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു, ഈ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞോ? ഇല്ല, തർക്കായി. ഈ തർക്കം വന്നപ്പോ അദ്ദേഹം ഒരു മറുപടി തന്നു. ആ മറുപടി നിങ്ങളൊന്ന് കേട്ടുനോക്കി. കർണാടകയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല. എന്നെ പോലുള്ള ഒരാളെ ഞാൻ അങ്ങനെ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ എന്നെ പരിചയമുള്ള ആളുകൾ ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ ഉപയോഗിച്ചു എന്ന് വരാം. എങ്ങനെയുണ്ട് പണ്ഡിതൻ? എന്നെ പരിചയമില്ലാത്ത ആളുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചു എന്ന് വരാം. പണ്ഡിതൻ
വല്ല സംശയമുണ്ടോ? ഇത് ഞാൻ പറഞ്ഞല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം വീഡിയോ ഇനി കട്ട് ചെയ്ത് കയറ്റിയാന്ന് പറയണ്ട, ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ തരാം. ഇദ്ദേഹം സംസാരിക്കുന്നത് ആളില്ലാത്ത സ്ഥലത്ത്, എന്നെ പരിചയമില്ലാത്ത സ്ഥലത്ത് ഞാൻ ചിലപ്പോൾ മദ്യപിച്ചെന്ന് വരാം. എന്റെ തർക്ക വിഷയത്തിൽപ്പെട്ടല്ല, അതൊക്കെ നിങ്ങളിഷ്ടം. ഈ പണ്ഡിതനെതിരെ ഞാൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് വലിയ വിഷയം വന്നു. ആ വിഷയം വന്നപ്പോ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗക്കാർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മുഷാവറ അംഗമാണ്, അല്ലെ? സമസ്ത മുഷാവറ അംഗാണ്. ആ സമസ്തയുടെ മനോഹരമായ ഒരു ജാഥ ഈ കേരളത്തിലൂടെ കടന്നുപോയി. സഖാബ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ സജി ചെറിയാൻ പങ്കെടുത്തു, ചെന്നിത്തല പങ്കെടുത്തു, കൊടിക്കുന്നിൽ സുരേഷ് പങ്കെടുത്തു, കോട്ടയത്ത് വാസവൻ പങ്കെടുത്തു, ഈ എറണാകുളത്ത് എബി ഈഡൻ പങ്കെടുത്തു. ബഹുമാന്യനായ ജിഫ്രി തങ്ങളോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങളും മുസ്ലിം ലീഗും തമ്മിൽ വല്ല അകൽച്ചയും ഉണ്ടോ രാഷ്ട്രീയപരമായി? അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ഞങ്ങൾക്കൊരകൽച്ചയുമില്ല. അപ്പൊ നോക്ക്, പിണറായി ഉദ്ഘാടനം ചെയ്തു, വാസവന് മറ്റൊരുത്ത് ഉദ്ഘാടനം ചെയ്തു, അതുപോലെ തന്നെ പിന്നെ ഡീൻ കുര്യാക്കോസ് പങ്കെടുത്തു, രമേശ് ചെന്നിത്തല പങ്കെടുത്തു, കൊടിക്കുന്നിൽ സുരേഷ് പങ്കെടുത്തു. ഇനി മലപ്പുറത്തെത്തുമ്പോ പാണക്കാട് സാദിഖ് അലി തങ്ങളും പങ്കെടുക്കും. മനസ്സിലായോ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്തെന്ന് ഖുർആനിലുണ്ട്. പല സ്ഥലത്തും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു, മലപ്പുറത്ത് സാദിഖ് അലി തങ്ങളും പങ്കെടുക്കും എന്നാ പറഞ്ഞ പങ്കെടുത്തിണ്ടാവും. അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷേ എന്തേ ഈ അംഗമായിട്ട് പോലും ഇദ്ദേഹത്തെ ആ ജാഥയുടെ അടുത്തേക്ക് അടുപ്പിക്കാഞ്ഞ്? എന്റെ ഒരു സംശയാട്ടോ, ഞങ്ങളെ രാഷ്ട്രീയത്തിൽ അതൊന്നും വരില്ല. പക്ഷെ ഒരു കാര്യം അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു, ബഹുമാന്യനായ ജിഫ്രി തങ്ങളുമായി ട്രെയിൻ യാത്രക്കിടയിലുള്ള നല്ല പരിചയവും ബന്ധവും എനിക്കുണ്ട്. അത് ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിനോടും അദ്ദേഹത്തിന്റെ മകനോടും അതേ രൂപത്തിലുള്ള ബന്ധം എനിക്കുണ്ട്. അത് സാദിഖ് അലി തങ്ങളോടും യാത്രക്കിടയിൽ കണ്ട പരിചയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം കോഴിക്കോട് കാരന്തൂർ മെഡിക്കൽ കോളേജ് റൂട്ടിലൂടെ അദ്ദേഹം വരുന്നു, ജിഫ്രി തങ്ങളുടെ യാത്ര വരുന്നു എന്ന് കേട്ടപ്പോ അത് കാണാൻ ഞാൻ വഴിയരികിൽ ഇറങ്ങി നിന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഞാൻ അവിടെ നിൽക്കുമ്പോ അതിലൂടെ കടന്നുപോയ ബഹുമാന്യനായ തങ്ങൾ എന്നെ കണ്ട് വാഹനം നിർത്തി എന്നോട് അഭിവാദ്യം ചെയ്യുന്നതും ഞാൻ യാത്രാമംഗളങ്ങൾ നേരുന്നതും നിങ്ങൾ കണ്ടിരിക്കും. ചർച്ചയായിരുന്നു. ഞാൻ എന്റെ പോരിശ പറയാനല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് വെച്ച് നമ്മുടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ഒരു യോഗം നടന്നു. ആ യോഗത്തിൽ എന്നെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ല. ആരെക്കുറിച്ചാ പറഞ്ഞത്? ഇതിനെതിരെ പ്രതികരിക്കാത്ത ജിഫ്രി തങ്ങളെയും കൂട്ടരെയും തെറി പറഞ്ഞു. ഇതിന് ബദലായി SKSSF-ന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ ഒരു യോഗം നടന്നു. ആ യോഗത്തിൽ പ്രമുഖനായ SKSSF-ന്റെ നേതാവിന്റെ പ്രസംഗം നിലനിർത്താനാണ് ശ്രമിക്കുക. വെറുതെ ആരോപണം ഉന്നയിച്ചു പോയിട്ട് കാര്യമില്ല. ഇതൊക്കെയാണ് ആരോപണം. ഇരിക്കട്ടെ, ഞാന് വിഷയം സംസാരിച്ച് നീട്ടുന്നില്ല. നമുക്ക് ആദ്യം മുതൽ എങ്ങനെ തുടങ്ങാം. മലപ്പുറത്ത് ആ പരിപാടി വെക്കുമ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ച് നാസർ കൊളായിന്റെ പൂതി ഇന്നത്തോടുകൂടെ തീരുന്ന, നാസർ കൂടത്തായിന് വരെ ഒരു കൂടെ ധൈര്യവും വന്നിട്ടില്ല. ഇത് കുറെ ഉണ്ട്. ഇത് എന്റേത് മാത്രമായി ബന്ധിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയം ആയതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. അവർ കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ ഇവർ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ, ഞാൻ ഇത് ഇത്രയും സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തെ ഞാൻ തെറി പറഞ്ഞു. എന്നാ എന്റെ പ്രിയപ്പെട്ട ലീഗ് ബഹുമാന്യനായ ഹൈദർ അലി തങ്ങളുടെ മകൻ ബഹുമാന്യനായ മുഹീൻ അലി തങ്ങൾ, ആ മുഹീൻ അലി തങ്ങള് തന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ ചന്ദ്രികയുമായി നടന്നിട്ടുള്ള ചില ഇടപാടുകൾക്ക് ബന്ധമുണ്ട്, അദ്ദേഹത്തെ ഈടി ചോദ്യം ചെയ്തത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട് ലീഗ് ഹൗസിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സംഭവിച്ച ഒരു കാര്യം. 10 കോടി തിരിച്ചു കൊടുത്തതാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ കണക്ട് ചെയ്ത് പോണല്ലോ. ഈ നോട്ടീസ് കിട്ടാൻ കാരണം പിന്നെ ഇതിലൊരു സംഭവം ഉണ്ട് വെച്ചാല്, പിന്നെ ഈ ഒരു ഇനി ഇവിടുന്നാട്ട് കേൾപ്പിക്കാൻ വയ്യ. കുറച്ച് നിങ്ങൾ കേട്ടില്ല, ഒരു വരി അത്രേ കേൾപ്പിക്കാൻ വയ്യും. ആരാ പറഞ്ഞെന്നറിയോ? ബഹുമാന്യനായ തങ്ങളെ മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ടൗൺ സെക്രട്ടറി. ഒരു വാക്യങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കാൻ, അങ്ങേപ്പുറത്തേക്ക് ഇത് കേൾക്കാൻ പറ്റൂല. പണ്ഡിത പ്രവാചക പരമ്പരയിൽപ്പെട്ട മുഹീൻ അലി തങ്ങളെ
മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ച് ഊരത്തെറി ആര്? മുസ്ലിം ലീഗ്. എന്നിട്ടാണ് നാസിർ കൊളായി ഈ പ്രവാചകന്മാർക്കെതിരെ പറഞ്ഞെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോ വെക്കുന്നില്ല, അതിന്റെ കയ്യിലുണ്ട്, തെളിവൂടെ കൊടുത്താൽ മതി, അല്ലാതെ അത് നീണ്ടു പോകും. ഇതിനെക്കുറിച്ച് ഇതേ ബവാഹുദ്ദീൻ നദ്വിയോട് ചോദിച്ചു, ഇങ്ങനെ തെറി പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് മുഹീൻ അലി തങ്ങള് തോന്നിയാസം പറഞ്ഞിട്ടാണെന്ന ഇല്ലേ? അപ്പൊ ഞാൻ ആ വിഷയം ഒന്ന് ചുരുക്കാണ്. ഒരു ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, മുഷാവറ കമ്മിറ്റി അംഗം, കുറച്ചേ കേൾപ്പിക്കാൻ പറ്റുള്ളൂ, ഇത്ര കേട്ടാ മതി തൽക്കാലം ലീഗാര്. ആ വാക്കെന്താണെന്ന് മനസ്സിലായില്ലേ? വാപ്പന്റെ പിന്നെ മറ്റേ നാലുകാലിലെ ജന്തുവിന്റെ അപ്പറാ പറഞ്ഞു. ഈ പ്രസംഗിച്ച മനുഷ്യന്റെ പേരെന്താ അറിയോ? മായിനാജി, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം. അദ്ദേഹം മുഷാവറ കമ്മിറ്റി അംഗമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ അതിന്റെ വിവാദങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇമാതിരി പൂരത്തെറി സാധാ പ്രവർത്തകരല്ല, സംസ്ഥാന നേതാക്കൾ പൂരത്തെറി പറയാൻ. എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നാസിർ കൊളായിയുടെ കാര്യത്തിൽ കിടക്കുന്നത്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.